കൂടുതൽ ക്രൂരനായിരുന്നു എന്ന് പറയപ്പെടുന്ന ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാൻ മംഗോൾസ് ആണ്. മംഗോൾസ് റൂളേഴ്സ് മൊത്തത്തിൽ ലോകം മുഴുവൻ കീഴടക്കിയവരാണ്. ചെങ്കിസ് ഖാനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നെപ്പോളിയനും ഹിറ്റ്ലർക്കും കഴിയാത്ത ഒന്ന്, അതായത് അതിശൈത്യത്തിൽ പോലും റഷ്യ കീഴടക്കുക എന്നുള്ള മഹത്തായ നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആഫ്രിക്കയുടെ ഇരട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം മംഗോൾസിന് അത്രമാത്രം ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അവരെ ഈ വെപ്പണറി, അതുപോലെ തന്നെ കുതിരപ്പട്ടാളം, അമ്പെയ്ത്ത്, ഇക്കാര്യത്തിലൊക്കെ അവർ വലിയ തോതിൽ യൂറോപ്യൻസിനെ അതിശയിച്ചുകൊണ്ടാണ് അക്കാലത്ത് അവർക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. എതിരാളികളുടെ, ശത്രുക്കളുടെ കണ്ണുനീരിൽ കുളിക്കാൻ, അവരുടെ ചോരയിൽ കുളിക്കാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചെങ്കിസ് ഖാൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നിങ്, തൊലിയുരിച്ചിട്ട് ആളുകളെ ജീവനോടെ തൊലിയിരിക്കുക, ഇങ്ങനെ ഒരുപാട് എത്രമാത്രം ക്രൂരത ചെയ്യാമോ അതെല്ലാം ചെയ്തു. അതിൽ പലതും റിലീജിയസ് കൺവേർഷൻ, ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷന്റെ ഭാഗമായിട്ട് പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ 40 മില്യൺ എന്നൊരു കണക്ക് പലരും പറയുന്നുണ്ട്. അത് എക്സാജറേഷൻ ആകാം, ഒരുപക്ഷെ അന്ന് അത്രയും ആളുകൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഞാൻ ചെങ്കിസ് ഖാന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ചെങ്കിസ് ഖാൻ മുസ്ലിം ആണെന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ലൈവിലാണ് അത് പറഞ്ഞത്. നാസ്തികരായിട്ടുള്ള ആളുകൾ, അല്ല മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ പലരും ക്രൂരത കാണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചെങ്കിസ് ഖാൻ ലോകം കണ്ട ഏറ്റവും പല കാര്യങ്ങളിലും ക്രൂരതയുടെ ഒരു തമ്പുരാനായിരുന്നു. അതോടൊപ്പം തന്നെ ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു ഇതിഹാസ പുരുഷൻ കൂടിയാണ്. ലോകത്തെ ചക്രവർത്തിമാരിൽ ഇത്രയധികം ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരാള്, ഒരു ചരിത്രത്തെ തന്നെ ഇത്രയധികം ഇളക്കി മറിച്ചൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരാളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചു വന്നപ്പം അദ്ദേഹത്തിന്റെ ക്രൂരതകളിൽ മതം മാറ്റം സംബന്ധിച്ചും ഉള്ള ക്രൂരതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഊഹിച്ചു അത് മുസ്ലിമാണ് ചെങ്കിസ് ഖാൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നിങ്, തൊലിയുരിച്ചിട്ട് ആളുകളെ ജീവനോടെ തൊലിയിരിക്കുക, ഇങ്ങനെ ഒരുപാട് എത്രമാത്രം ക്രൂരത ചെയ്യാമോ അതെല്ലാം ചെയ്തു. അതിൽ പലതും റിലീജിയസ് കൺവേർഷൻ, ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷന്റെ ഭാഗമായിട്ട് പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത്. റിലീജിയസ് കൺവേർഷൻ, ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷന്റെ ഭാഗമായിട്ട് പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചെങ്കിസ് ഖാൻ ലോകത്തെ വിറപ്പിച്ച വീരൻ. ചെങ്കിസ് ഖാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് ഒരു വമ്പൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ, യുദ്ധതന്ത്രത്തിന്റെ മാസ്റ്ററായ ഒരു വ്യക്തിയാണ്. ഇന്നത്തെ മംഗോളിയയുടെ പുൽമേടുകളിൽ നിന്നുയർന്നുവന്ന ഈ നേതാവ് ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അതിവേഗത്തിലുള്ള പടയോട്ടങ്ങളും വ്യാപകമായ അധിനിവേശങ്ങളും കൊണ്ടാണ്. തെമുജിൻ മുതൽ ചെങ്കിസ് ഖാൻ വരെ. തെമുജിൻ എന്ന പേരിൽ ജനിച്ച ചെങ്കിസ് ഖാൻ കഠിനമായ ബാല്യകാലമാണ് അനുഭവിച്ചത്. പിതാവിന്റെ മരണത്തെ തുടർന്ന് ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം പിന്നീട് കഠിനാധ്വാനവും തന്ത്രപൂർവമായ നീക്കങ്ങളും കൊണ്ട് മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് ഒരു ശക്തമായ സൈന്യം രൂപീകരിച്ചു. പിന്നീട് ചെങ്കിസ് ഖാൻ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം ഏഷ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കീഴടക്കി ലോകത്തെ ഏറ്റവും വലിയ തുടർച്ചയായ സാമ്രാജ്യങ്ങളിലൊന്ന് സ്ഥാപിച്ചു. യുദ്ധതന്ത്രത്തിന്റെ മാസ്റ്റർ. ചെങ്കിസ് ഖാന്റെ സൈന്യം അതിന്റെ വേഗതയ്ക്കും സംഘടനാശേഷിക്കും പ്രസിദ്ധമായിരുന്നു. കുതിരപ്പുറത്തുള്ള അമ്പെയ്ത്തുകാർ, കനത്ത കവചമുള്ള പടയാളികൾ എന്നിവരടങ്ങിയ സൈന്യം ശത്രുക്കളെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു. ചെങ്കിസ് ഖാന്റെ യുദ്ധതന്ത്രങ്ങളിൽ ചിലത് ഇന്നും സൈനിക അക്കാദമികളിൽ പഠിപ്പിക്കുന്നു. ചെങ്കിസ് ഖാന്റെ സംഭാവനകൾ. ഏകീകൃത മംഗോളിയ. പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് ഒരു ശക്തമായ സാമ്രാജ്യം സ്ഥാപിച്ചു. സാമൂഹിക പരിഷ്കരണം. മംഗോളിയൻ സമൂഹത്തിൽ നിരവധി സാമൂഹിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. വ്യാപാരത്തിന്റെ വളർച്ച. സിൽക്ക് റോഡ് പോലുള്ള വ്യാപാരപാതകൾ വികസിപ്പിച്ചുകൊണ്ട് വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. സാംസ്കാരിക കൈമാറ്റം. വിവിധ സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. വിമർശനങ്ങൾ. ചെങ്കിസ് ഖാന്റെ ക്രൂരമായ യുദ്ധരീതികളും അതിവേഗത്തിലുള്ള അധിനിവേശങ്ങളും നിരവധി വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിനാളുകൾ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. ചെങ്കിസ് ഖാൻ ഒരു സങ്കീർണവും വിവാദപരവുമായ ചരിത്രപുരുഷനാണ്. ഒരു വശത്ത് അദ്ദേഹം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും യുദ്ധതന്ത്രത്തിന്റെ മാസ്റ്ററുമായിരുന്നു. മറുവശത്ത് അദ്ദേഹത്തിന്റെ ക്രൂരമായ യുദ്ധരീതികൾ ലോകത്തെ നടുക്കിയതായിരുന്നു. ചരിത്രകാരന്മാർ ഇന്നും ചെങ്കിസ് ഖാന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠനം നടത്തുന്നു. ചെങ്കിസ് ഖാൻ മുസ്ലിമായിരുന്നു എന്ന വാദം തെറ്റാണ്. ചെങ്കിസ് ഖാൻ മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ഷമാനിസ്റ്റായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിശാലമായിരുന്നെങ്കിലും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്? മംഗോൾ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി. മംഗോൾ സാമ്രാജ്യം ഏഷ്യയിലെ വലിയൊരു ഭാഗം ഏറ്റെടുത്തതിനാൽ ചില പ്രദേശങ്ങളിലെ മുസ്ലിം ജനങ്ങളുമായുള്ള സമ്പർക്കം മൂലം ഈ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ചരിത്രപരമായ വ്യാഖ്യാനങ്ങളിലെ അപൂർണതകൾ. ചരിത്രം വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടാകാം. ചിലപ്പോൾ അപൂർണമായ വിവരങ്ങളോ അതിശയോക്തികളോ കാരണം ഇത്തരം തെറ്റിദ്ധാരണകൾ പരക്കാം. സത്യമെന്താണ്? ചെങ്കിസ് ഖാൻ ഷമാനിസ്റ്റായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് ഷമാനിസം എന്ന മതത്തെ പിന്തുടർന്നു. മംഗോൾ സാമ്രാജ്യത്തിലെ മതസ്വാതന്ത്ര്യം
ചെങ്കിസ് ഖാൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. അതിനാൽ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതങ്ങൾ അനുഷ്ഠിക്കപ്പെട്ടിരുന്നു. ചെങ്കിസ് ഖാന്റെ ചില പിൻഗാമികൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ചെങ്കിസ് ഖാൻ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. ചെങ്കിസ് ഖാൻ ഒരു പ്രധാന ചരിത്രവ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും വളരെക്കാലമായി പരക്കുന്ന തെറ്റിദ്ധാരണകളാണ്. ചരിത്രപരമായ വസ്തുതകൾ അടിസ്ഥാനമാക്കി ചെങ്കിസ് ഖാനെയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെയും കുറിച്ച് പഠിക്കുന്നത് പ്രധാനമാണ്. ചെങ്കിസ് ഖാനും ഇസ്ലാം മതവും ഒരു തെറ്റിദ്ധാരണ. ചെങ്കിസ് ഖാൻ ഇസ്ലാം മതത്തെ പ്രചരിപ്പിച്ചു എന്നത് ഒരു വ്യാപകമായ തെറ്റിദ്ധാരണയാണ്. മംഗോൾ സാമ്രാജ്യത്തിലെ മതസ്വാതന്ത്ര്യം. ചെങ്കിസ് ഖാൻ ഭരിച്ച മംഗോൾ സാമ്രാജ്യം വിവിധ മതങ്ങളുള്ള ആളുകളുടെ ആവാസകേന്ദ്രമായിരുന്നു. അദ്ദേഹം മതനിരപേക്ഷനായിരുന്നു. മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. മതം മാറാൻ നിർബന്ധിച്ചില്ല. തന്റെ സാമ്രാജ്യത്തിലെ ജനങ്ങളെ ഒരു നിശ്ചിത മതത്തിലേക്ക് മാറാൻ അദ്ദേഹം നിർബന്ധിച്ചില്ല. ഇസ്ലാമിന്റെ വ്യാപനം. മംഗോൾ ആക്രമണങ്ങളിൽ പലയിടങ്ങളിലും ഇസ്ലാം മതം വ്യാപിച്ചത് സത്യമാണ്. എന്നാൽ ഇത് ചെങ്കിസ് ഖാന്റെ നയങ്ങളുടെ ഫലമായിരുന്നില്ല. മറിച്ച് വ്യാപാരം, സാംസ്കാരിക ഇടപെടലുകൾ എന്നിവയിലൂടെയായിരുന്നു ഇസ്ലാം വ്യാപിച്ചത്.